ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ചെറിയൊരു ജലദോഷം, അതാണ് സൗണ്ടിന് കുറച്ച് വ്യത്യാസമുള്ളത്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേൻ്റെ ഞാൻ ബാക്കി വീഡിയോസ് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ബാക്കി വീഡിയോ ആണിത്. അങ്ങനെ എൻ്റെ ഫ്രണ്ടിന് കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നു. ഞങ്ങൾ ഇപ്പത്തും എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് എത്തുമ്പോഴേക്കും സമയം 7:45 കഴിഞ്ഞു. അങ്ങനെ ഫ്രണ്ട് എനിക്ക് കേക്കൊക്കെ കൊണ്ടുവന്നൊരു ചെറിയ സർപ്രൈസ് തന്നേ. അങ്ങനെ ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല അവർ കേക്കൊക്കെ കൊണ്ടുവന്ന് എനിക്ക് സർപ്രൈസ് തരുമെന്നുള്ളത്. അങ്ങനെ താത്താടെ 2 കുട്ടികളൊക്കെ ഉണ്ട്. അവർ ഭയങ്കര ഹാപ്പിയാണ്. കേക്ക് മുറിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കേക്ക് ഓപ്പൺ ചെയ്ത് ഞാൻ നോക്കി. അതും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതിൽ എന്താ പറയുക, നമുക്ക് ഈ ദിവസം എനിക്ക് അത്രയും ഒരു പ്രിയപ്പെട്ട ദിവസമാണ്, എൻ്റെ ബർത്ത്ഡേ ദിവസമാണ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ, ഇത്രയും ചുറ്റും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് ആലോചിക്കുമ്പോൾ അൽഹംദുലില്ലാ, പടച്ചവനോട് അത്രയും ഞാൻ നന്ദി പറയുകയാണ്. ഏത് സമയത്തിൽ എൻ്റെ ഹസ്ബൻഡില്ല അവിടെ, എൻ്റെ ബ്രദറില്ല. അതൊരു ഭയങ്കര സങ്കടമാണ് എനിക്ക്. അവരും കൂടി ഇല്ലാത്തൊരു വിഷമം എനിക്കുണ്ട്. എന്തായാലും അവർ വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിലൊരു ചെറിയൊരു സന്തോഷം. എന്തായാലും കുറവ് തന്നെയല്ലേ. അങ്ങനെ പിന്നെ എൻ്റെ 2 മാമാരുടെ മക്കൾ എനിക്കൊരു ഗിഫ്റ്റൊക്കെ തന്നേ. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റായിരുന്നു ഇവരെനിക്ക് തന്നത്. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി. ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല ഇവരെനിക്ക് ഗിഫ്റ്റ് കൊണ്ടുതരുമെന്നുള്ളത്. അങ്ങനെ 2 പേരും എനിക്ക് ആ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് കയ്യിൽ ഇട്ട് തന്നേ. എന്തോ ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നടക്കുക നമ്മുടെ ലൈഫിൽ എന്ന് പറയില്ലേ. അങ്ങനെയുള്ള ഓരോ മൊമെൻറ്റുകളാണ് എനിക്ക് ഈ ഒരു ഗിഫ്റ്റും ഈ ഒരു സ്നേഹങ്ങളും ഒക്കെ. നമുക്ക് എന്തായാലും ഇത് മരിക്കോളം നിലനിൽക്കണം എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ എനിക്ക്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് എല്ലാத்தைയും കട്ട് ചെയ്തതിന് ശേഷം എല്ലാവർക്കും പങ്കി കൊടുത്തു. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ പരിപാടികളെന്ന് പറയുന്നത് അവിടെ ഇങ്ങനെ കൊട്ടും ഡാൻസൊക്കെ ആയിട്ട് അപ്പുറത്ത് ഇങ്ങനെ കുറേ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കാം അങ്ങോട്ടും വരുന്നു. അപ്പോൾ ഞങ്ങളത് വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോഴേക്കും ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. അപ്പോഴേക്കും ബിരിയാണി, നല്ല ആവി പറക്കുന്ന ബിരിയാണി നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി കുറച്ച് കഴിക്കാമല്ലേ. കാരണം വെച്ചാൽ ബിരിയാണീൻ്റെ മണം എന്ന് പറയുന്നത് പ്രത്യേകം, എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. അങ്ങനെ ബിരിയാണി എല്ലാം ഇതാക്കി കാണുമ്പോൾ തന്നെ നല്ല കഴിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ ബിരിയാണി. അങ്ങനെ ഞങ്ങളെല്ലാവരും, എൻ്റെ ഫ്രണ്ട്സും ഞാനും എൻ്റെ വല്യമ്മയും എൻ്റെ 2 മാമാരുടെ മക്കളും, അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഒപ്പം ഇരുന്ന് കഴിക്കുമ്പോഴുള്ളൊരു വൈബ് ഉണ്ടല്ലോ, അത് പ്രത്യേകമാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതിൻ്റെ സന്തോഷം എന്ന് പറയുന്നതേ അതൊരു എന്താ പറയുക, നമുക്ക് പറയാൻ പറ്റില്ല. അത്ര ഒരു നല്ലൊരു ഹാപ്പിനെസ്സാണ് അതിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടൊക്കെ കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോകണം. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്രിസ്മസ് അപ്പൂപ്പൻ നമ്മുടെ വീട്ടിലോട്ടെത്തി. ഇപ്പത്തെന്ന് വിചാരിച്ച് ക്രിസ്മസ് അപ്പൂപ്പൻ എന്തായാലും വീട്ടിലോട്ടെത്തി. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡാൻസൊക്കെ കണ്ട് അവിടെ 2 കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു. അപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ല പോസൊക്കെ തന്നെ. അവരിനി ഈ വീഡിയോസ് കാണുമ്പോഴായിരിക്കും അവർക്ക് അവർ ഷോക്കാവുന്നത്. അയ്യോ, ഇതാ ഞാനല്ലേ ഇതെന്ന്. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡാൻസൊക്കെ എന്തായാലും പൊളിച്ചു. അങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പൻ മുട്ടായൊക്കെ തന്ന് കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്തേ. അപ്പോൾ ഡാൻസ് നിൽക്കുന്നില്ലേ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഡാൻസൊക്കെ. നല്ലതായിട്ട് നല്ല പാട്ടും അവർ കൊട്ടും. ഇത് ഒരു നമ്മുടെ എന്താ പറയുക, നമുക്ക് ഒരു ഹാപ്പി ആവുന്ന എല്ലാ രീതിയിലും, ഏത് മതസ്ഥരാണെങ്കിലും അവരുടെ ആഘോഷങ്ങൾ നമുക്കതൊരു സന്തോഷം തന്നെയാണ്. അത് നമ്മളും ചേർന്ന് ആഘോഷിക്കും ഇതിൻ്റെ ഒരു സത്യം. അപ്പോൾ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെയും ഈ ആഘോഷത്തിൽ പങ്കിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടിനോട് പറയുന്നുണ്ട് ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞിട്ട്. അവൾക്ക് ചെറിയൊരു മടി. അങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പൻ പോവുകയാണെന്ന് പറഞ്ഞ്. അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.